നമസ്കാരം. ഇന്ന് ഞാനേ നമ്മുടെ സെൽഫ് വർത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതായത് നമ്മുടെ ഒരു മൂല്യം, അതിനെക്കുറിച്ച്. നമുക്ക് പലർക്കും അറിയത്തില്ല നമ്മളിൽ എന്തൊക്കെ മൂല്യമുണ്ട്, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നൊന്നും നമുക്കറിയില്ല. നമ്മളോർക്കും മറ്റുള്ളവരാണ് നമുക്ക് വില തരേണ്ടത് എന്നാണ് നമ്മൾ ചിന്തിച്ചു വെച്ചിരുന്നത്. അത് ശരിയാണോ? ഞാൻ പലപ്പോഴും എനിക്ക് തോന്നുന്നു വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും പിന്നെയും പറയണം എന്ന് തോന്നി. നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ മൂല്യം എന്നാന്ന് അറിയത്തില്ല. നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നമ്മുടെ ജോലി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പശ്ചാത്തലം, അതായത് നമ്മുടെ സ്റ്റാറ്റസ്, വീടിൻ്റെ സ്റ്റാറ്റസ്, ഇതൊക്കെയാണ് നമ്മുടെ മൂല്യം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഒരു നിമിഷം വിചാരിച്ചു നോക്കി, നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മൾ ഏത് വീട്ടിലെയാണെന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ ഇരിക്കുമ്പോൾ അത് നമ്മുടെ വീട്, വലിയ വീടാണെങ്കിലും 5000 സ്ക്വയർ ഫീറ്റുള്ള വീടാണെങ്കിലും നമ്മൾ ആ വീട്ടിൽ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ വീടിൻ്റെ ഒരു ഇതുള്ളൂ, ഇല്ലേ? പുറത്തിറങ്ങുമ്പം എല്ലാവരെ പോലെ നമ്മൾ സമന്മാരാണ്. പിന്നെ നമ്മുടെ വസ്ത്രധാരണമാണ് നമ്മൾ വിചാരിച്ചു ചെയ്യണത്. നല്ല ആഡംബരമായ വസ്ത്രം ധരിച്ചു കഴിയുമ്പോൾ നമ്മൾ വലിയ കോൺഫിഡൻസ് ആണ്. അത് ഓരോരുത്തരുടെ ഒരു മനസ്സിൻ്റെ ചിന്താഗതി. അത് നല്ലതാണെന്നാണ് പറയുന്നത്. എന്നോർത്തോണ്ട് ഒത്തിരി വില കൂടിയ വസ്ത്രത്തിലൊന്നും ഇരിപ്പില്ല കേട്ടോ. സാധാ വസ്ത്രങ്ങൾ ധരിച്ചാലും നമ്മളെ എല്ലാവരും അംഗീകരിക്കും, ഇല്ലേ? പിന്നെയുള്ള വാഹനങ്ങൾ, വലിയ വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ എല്ലാവരും അംഗീകരിക്കുകയുള്ളൂ, നമുക്ക് മൂല്യം ഉണ്ടാകുള്ളൂ നമ്മൾ വിചാരിച്ചേക്കുന്നത്. അതിലൊന്നും ഒരു കഥയില്ല. വണ്ടി ഇല്ലെങ്കിലും നമ്മളെ അംഗീകരിക്കാനുള്ള നമ്മുടെ മൂല്യങ്ങൾ നമ്മളിൽ തന്നെയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. അതേ, സ്ത്രീകൾക്കാണ് പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ തോന്നലുകൾ എന്ന് എനിക്ക് തോന്നുന്നു. പുരുഷന്മാർക്കും ഉണ്ട് കേട്ടോ, വലിയ വണ്ടി മേടിക്കണം, വലിയ വീട് വേണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ട്. എങ്കിലും എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, നമുക്ക് നമ്മളെ എപ്പോഴും ഇഷ്ടപ്പെടുന്നു, അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു മൂല്യം നമുക്കുണ്ടാകും. അതായത് മറ്റുള്ളവരല്ല നമ്മുടെ മൂല്യങ്ങൾ നമ്മൾ നിശ്ചയിക്കേണ്ടത്. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കാതെ നല്ല രീതിയിൽ സംസാരം, പെരുമാറ്റം, അതേപോലെ മറ്റുള്ളവരെ കാഴ്ചപ്പാടിൽ നമ്മൾ മോശക്കാരല്ല, ഒരു നെഗറ്റീവ് നമ്മളിൽ ഇല്ല എങ്കിൽ നമുക്ക് മൂല്യം ഉണ്ടായി. അത് നമ്മൾ വിചാരിച്ചാൽ മതി. പ്രത്യേകിച്ച് പെൺകുട്ടികൾ, പറയാൻ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകളെയാണ് വേറൊരു വീട്ടിലേക്ക് പോകുന്നത്, ഇല്ലേ? കല്യാണം കഴിച്ച് നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോവുക ചെയ്യുന്നത്. അപ്പം ആ വീട്ടിൽ ചെന്ന്, ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന്, ഭർത്താവിനെയും ഭർത്താവിൻ്റെ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും ഒക്കെ കയ്യിലെടുക്കേണ്ടത് അവളുടെ ഒരു ഇതാണ്. അവൾ വേറൊരു അന്തരീക്ഷത്തിലാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മൂല്യം ഇടിച്ചു കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. പല പെൺകുട്ടികൾക്കും പറ്റുന്ന കുഴപ്പം എന്താണെന്നറിയാമോ? അവരങ്ങ് ഒതുങ്ങിക്കൂടും. ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ അടുത്തൊരു പേടിയോ, അവരോട് സംസാരിക്കാൻ ഒരു ഭയമോ, അതേപോലെ ഒത്തിരി പേർക്കുണ്ട് കേട്ടോ. കല്യാണം കഴിയുമ്പോൾ അന്ന് തൊട്ട് തന്നെ അവരൊരു ഭയങ്കര പതുങ്ങി കൂടി പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. എന്തിനാ അങ്ങനെ പോകുന്നത്? നമ്മളെ വന്ന് ഇഷ്ടപ്പെട്ട് നമ്മളെ കെട്ടിക്കൊണ്ട് പോയതാണ്. അവിടെ തന്നെ നമ്മുടെ മൂല്യം ഇടിച്ച് നമ്മൾ കളയരുത്. നമ്മൾ അവരുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ കോൺഫിഡൻസോട് കൂടി നിൽക്കാൻ ശ്രമിക്കുക. നമ്മൾ സംസാരിക്കുക, നിവർന്ന് നമുക്ക് സംസാരിക്കാൻ സാധിക്കണം എന്നോർത്ത് ധിക്കാരം പറയുന്നതിലല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അതേപോലെ ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ വലിയ വീട്ടിലെയാണ്, ഞാൻ വലിയ പുള്ളിയാണ്, എല്ലാവരും എന്നെ ബഹുമാനിക്കണം എന്നുള്ള അതും ഒരു മൂല്യമല്ല കേട്ടോ. അതും കൂടെ പറയാം. അതൊന്നും ഒരു മൂല്യമല്ല. ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരെ സ്നേഹത്തോടെ നിർത്തുക, അവരെ നമ്മളോട് ചേർത്ത് നിർത്തുക. അപ്പോൾ അവരിൽ നമ്മളെയും സ്നേഹിക്കുന്ന കാണുക. ഒരിക്കലും അവരെ ഭർത്താവിനെയോ ഭർത്താവിൻ്റെ വീട്ടുകാരെയോ തള്ളിപ്പറയാൻ ആദ്യമേ തൊട്ട് തുടങ്ങാതിരിക്കുക. പിന്നെ അപൂർവം ഒരു 10% കുടുംബങ്ങളിൽ പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് ശരിയായ കാര്യം. എന്തോരം സെൽഫ് വർത്തുമായിട്ട് അല്ലെങ്കിൽ എന്തോരം മൂല്യമായിട്ട് ചെന്നാലും നമ്മളോട് മോശമായിട്ട് പെരുമാറുന്ന അമ്മായിയപ്പൻ, അമ്മായിയമ്മ, മരുമകൾ, അല്ല നാത്തൂൻ, ഭർത്താക്കന്മാരും ഒക്കെയുണ്ട്. ഇടി, തൊഴി, അങ്ങനെയുള്ളത്. അതൊന്നും അവർക്ക് മൂല്യമില്ലാത്തതുകൊണ്ട് അവർ ചെയ്യുന്നത്. അവരുടെ മാതാപിതാക്കൾ വളർത്തിവിട്ട സാഹചര്യങ്ങൾ, അവരുടെ കുടുംബ പശ്ചാത്തലം, ഇതൊക്കെയാണ് അതിന് കാരണം. അതിന് ഒരു നമ്മൾ പറയില്ലേ, ഒരു ധാർമ്മികതയില്ലാത്ത കുടുംബാംഗങ്ങളാണ് അവർ. അത് നമുക്ക് അവിടെ സഹിച്ച് കെട്ടി നമ്മുടെ മൂല്യം കാണിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെയൊക്കെ നമ്മൾ നിയമപരമായി നേരിട്ട് നമ്മൾ രക്ഷപ്പെടാൻ നോക്കുക. അതല്ലാത്ത സാധാരണ കുടുംബങ്ങളിൽ, നമ്മളോട് സ്നേഹമുള്ള കുടുംബങ്ങളിൽ നന്നായിട്ട് ജീവിക്കാൻ പല പെൺകുട്ടികൾക്കും കഴിയുന്നുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കണം, നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ പണമോ ഒന്നുമല്ല നമ്മുടെ മൂല്യം നിശ്ചയിക്കുന്നത്. ഇതൊക്കെ സെക്കൻഡറി മാത്രമേ ഉള്ളൂ. നമ്മളെ സൗന്ദര്യം ഇല്ലാതെ എത്രയോ കുടുംബങ്ങളിൽ പെൺകുട്ടികൾ മിടുക്കികളായിട്ട് നിൽക്കുന്നു. അവരുടെ ആന്തരിക സൗന്ദര്യമാണ് അവിടെ ഉള്ളത്.
അവരുടെ ആ മനസ്സിൻ്റെ സൗന്ദര്യത്തിനാണ് അവിടെ പ്രാധാന്യം. എല്ലാവരെയും ചേർത്ത് നിർത്തി എത്രയോ സ്ത്രീകൾ മുന്നോട്ട് പോകുന്ന പെൺകുട്ടികൾ മുന്നോട്ട് പോകണമെന്നറിയാമോ? ഇപ്പോഴത്തെ കൊച്ചു പെൺപിള്ളേർ വരെ ആ കുടുംബത്തെ കയ്യിലെടുത്ത് മുന്നോട്ട് പോകുന്നവരുണ്ട്. അപ്പം നമുക്ക് സാധിക്കില്ലായികയൊന്നുമില്ല. അപ്പം നമുക്ക് സാധിക്കും. നമ്മളപ്പം അതുപോലെ ചേർത്ത് നിർത്താൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ എല്ലാമാണ് ഞാൻ. ഇനി ആ കുടുംബത്തിൽ ഞാനും ഒരു അംഗമാണ്. ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് അവരുടെ ആരെയും തമ്മിൽ തല്ലിക്കാതെ ഞാൻ അവരെല്ലാം ചേർത്ത് നിർത്തണം എന്നൊരു ചിന്താഗതി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആ ഭർത്താവിന് നമ്മളോട് ഇഷ്ടമായിരിക്കും. പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ വീട്ടുകാരെ സ്നേഹിക്കുന്ന ഭാര്യമാരെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് ഉറപ്പായ കാര്യം. അതൊരു കെമിസ്ട്രിയാണത്. ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരെ കയ്യിലെടുക്കാൻ പറ്റുന്ന പെൺകുട്ടികൾ ആ വീട്ടിൽ സുരക്ഷിതയാണ്, അവർ സന്തോഷവതിയായിരിക്കും. ആ സമയത്ത് ഭർത്താവിൻ്റെ വീട്ടുകാരെ ആദ്യം തൊട്ട് അകത്ത് നിർത്താനും മിണ്ടാനൊക്കെ ഒരു മടി. ഞാനെന്തോ സംഭവം, ഞാനൊരു വലിയ വീട്ടിൽ നിന്ന് വന്നാൽ എനിക്ക് ഇഷ്ടം പോലെ പൈസയുള്ള വീട്ടിലെയാണ്, ഞാൻ ഇങ്ങനെയൊന്നുമല്ല കഴിഞ്ഞത്, എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും അല്ല, ഞാൻ ഇങ്ങനത്തെ വസ്ത്രങ്ങളൊന്നും ധരിച്ചിട്ടില്ല, അയ്യോ ഇവരെയൊക്കെ കാണാൻ എന്തൊരു ഇത് എന്നുള്ള രീതിയിലൊന്നും പെരുമാറാണ്ടിരിക്കുക. അതൊക്കെ നമ്മുടെ മൂല്യങ്ങൾ ഇടിച്ചു കളയുന്നതാണ്. പിന്നെ നമുക്ക് മൂല്യം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ മാതാപിതാക്കളാണ് നമ്മൾക്ക് മൂല്യം ഉണ്ടാക്കി തരുന്നത്. പല പെൺകുട്ടികളെയും കോൺഫിഡൻസോട് കൂടി വളർത്തിക്കൊണ്ടുവരുന്ന അവരുടെ മാതാപിതാക്കളാണ്. അപ്പോൾ അത് അവരുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടായിക്കോളും. ഞാൻ ഒന്നുകൂടെ പറയാം, വിദ്യാഭ്യാസമോ ജോലിയോ നമ്മുടെ സമ്പത്തോ സൗന്ദര്യമോ ഒന്നുമല്ല നമ്മുടെ മൂല്യം എന്ന് പറയുന്നത്. നമ്മുടെ പെരുമാറ്റം, മറ്റുള്ളവരോടുള്ള അനുകമ്പ, സ്നേഹം, കരുണ, വിശ്വാസം, ഇതിനെയൊക്കെയാണ് നമ്മൾ മൂല്യമായിട്ട് കണക്കാക്കേണ്ടത്. അല്ലാണ്ട് നമ്മുടെ പരമ്പരാഗത സ്വത്തുക്കളോ ഒന്നുമല്ല. സംസ്കാരം എന്ന് പറയുന്നത് വേറൊന്നാണ്. എന്നു വെച്ചാൽ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഒരു കുടുംബത്തിൽ എങ്ങനെ പെരുമാറുമ്പോൾ അതും ഇതിനകത്ത് പെടുന്നതാട്ടോ, ശരിയാ, ഇതിനകത്ത് പെടുന്ന ഒരു കാര്യം തന്നെയാണ്, ഈ മൂല്യത്തിൽ പെടുന്നതാണ്. ഒരു കുടുംബത്തിൽ എങ്ങനെ പെരുമാറണം, നമ്മുടെ മക്കളോട് എങ്ങനെ പെരുമാറണം, ഭർത്താവിനോട്, മാതാപിതാക്കളോട്, അതും നമ്മുടെ സംസ്കാരത്തിൽ പെടുന്നത്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നായിരിക്കണം. അതായത് നമ്മുടെ വീടുകളിൽ നിന്നായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ മാതാപിതാക്കളാണ് നമ്മളെ പഠിപ്പിക്കേണ്ടത്. പല മാതാപിതാക്കളും മക്കളെ എന്നാണെന്നറിയോ താഴ്ത്തിക്കെട്ടി സംസാരിച്ച് പറയും. കാരണം മക്കൾ നെഗളിച്ച് കയറിപ്പോകരുത് എന്നാണ് വിചാരിച്ചത്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ, ആൺകുട്ടികളെ ഇച്ചിരിയോടെ ഉയർത്തി കാണിക്കുകയും ചെയ്യും. അതായത് പെൺകുട്ടികൾ നെഗളിക്കരുത്, വേറെ വീട്ടിൽ പോയി താമസിക്കാനുള്ളവരാ, അവരെ അപ്പം ഇച്ചിരി അടക്കി വളർത്തണം എന്നൊരു ചിന്താഗതി ഉണ്ടായിരിക്കും. അതേപോലെ അടുത്ത വീട്ടിലെ കുട്ടികളെ താരതമ്യപ്പെടുത്തി പറയുക, അല്ലെങ്കിൽ കസിൻസിൻ്റെ പിള്ളേരെ താരതമ്യം പറയുക. ഇതൊക്കെ ചെയ്യുമ്പം അവരുടെ വിചാരം എന്നാ, നമ്മൾ നല്ല അടക്കത്തിലും ഒതുക്കത്തിലും വളർന്നു പോകും എന്നാണ്. അത് മാതാപിതാക്കൾക്ക് വരുന്നൊരു തെറ്റാണത്. പക്ഷെ നമ്മളെ ഒരു നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന് നിനക്ക് കഴിയൂടി, നിനക്ക് അങ്ങനെ കഴിയും എന്നും പറഞ്ഞ് ധിക്കാരി അല്ലാതെ വളർത്താനാണ് നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം എന്നെ വളർത്തുകയാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു തരണം, നീ ഇങ്ങനെ ഈ രീതിയിലാണ് എല്ലാവരോടും പെരുമാറേണ്ടത്, ഇങ്ങനെയാണ് നമുക്കൊരു സഹോദരങ്ങളോട് പെരുമാറേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെല്ലുന്ന വീട്ടിലെ ഹസ്ബൻഡിൻ്റെ സഹോദരങ്ങളോട് ഞാൻ ആ രീതിയെ പെരുമാറുള്ളൂ. അവരേത് രീതിയാകട്ടെ, പക്ഷെ നമ്മൾ പഠിച്ചേക്കുന്ന സംസ്കാരവും നമ്മുടെ മൂല്യവും അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലേ? അല്ലാണ്ട് നമ്മൾ ആ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ അവരെ അന്യരായിട്ട് കാണാൻ ശ്രമിക്കില്ല, ശരിയല്ലേ? അപ്പോഴാണ് നമ്മൾ മഹാലക്ഷ്മികളായിട്ട് മാറുന്നത്. അങ്ങനെ നമ്മൾ പെരുമാറണം. ഏത് വീട്ടിൽ ചെന്നാലും ഏത് സാഹചര്യത്തിലും നമ്മൾ അതിനോട് ചിലവർ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവർ ആ വീട്ടിലെ പണികളൊക്കെ ഓടി നടന്ന് അവരുടെ കൂടി ചെയ്യുന്ന പെൺകുട്ടികളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? പെട്ടെന്ന് വന്നിട്ട് ആൻറ്റി അല്ലെങ്കിൽ അമ്മ ചായ എവിടെയാണ്, അല്ലെങ്കിൽ അതെവിടെയാണ്, ചായപ്പൊടി എവിടെയാണ്, ഞാനൊരു ചായ ഇടാം, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യാം, ഞാൻ എന്തെങ്കിലും കൂടണോ എന്നൊക്കെ ചോദിക്കുന്ന പെൺകുട്ടികൾ കണ്ടിട്ടില്ലേ? ചില പെൺകുട്ടികളാണെങ്കിലും മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്ന പെൺകുട്ടികളുണ്ട്. അപ്പം നമ്മൾ എന്തിക്കണേനാ, അങ്ങനെയും നമുക്ക് മറ്റുള്ളവരുടെ കയ്യിലെടുക്കാൻ സാധിക്കും, ശരിയല്ലേ? നമുക്ക് സാധിക്കും. നമ്മുടെ സംസാരം നമ്മുടെ നല്ല സംസാരമായിരിക്കണം, നമുക്കത് സാധിക്കും. അതേപോലെ നമ്മൾ നല്ല രീതിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ എല്ലാവരോടും സംസാരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും തെറ്റാനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഇട്ടെറിഞ്ഞ് പോയാണ്ടിരിക്കുക നമ്മുടെ കുടുംബജീവിതം. പരമാവധി നമ്മളൊന്നും നോക്കുക, എന്നിട്ടും നമുക്ക് രക്ഷയില്ലെങ്കിൽ നമ്മളവിടെ നിൽക്കരുത്, അതാണ് വേണ്ടത്. അപ്പം ഓരോരുത്തരുടെ അവരവൻ്റെ സംസ്കാരമാണ്, അവരുടെ കുടുംബത്തിൽ അവരുടെ മാതാപിതാക്കളും അല്ലെങ്കിൽ അവരുടെ വളർന്നു വന്ന സാഹചര്യവുമാണ് പലരെയും മോശക്കാരും നല്ലവരും ആക്കുന്നത്. ഇപ്പം നമ്മൾ ചെല്ലുന്ന വീട്ടിൽ നമ്മളോട് പോരെടുക്കുന്ന ഒരു ഭർത്താവും സഹോദരങ്ങളും ഉണ്ട് എങ്കിൽ അത് അവരുടെ സംസ്കാരമാണ്, അവരുടെ മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കുന്നതാണ് അവർ ചെയ്യുന്നത്. നമ്മൾ ഓർത്തു നോക്കിയാൽ ഒരു കുഞ്ഞിനോട് കള്ളം പറയാൻ പഠിപ്പിക്കുന്ന അവരുടെ മാതാപിതാക്കളാണ്.
ഒരു നിഷ്കളങ്കനായ ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞിനെ ഏതെങ്കിലും രീതിയിൽ മോശക്കാരാക്കുന്നത് ആരാ? അവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒരിക്കൽ ഞാൻ എൻ്റെ മോനുമായിട്ടൊരു വീട്ടിൽ കയറി ചെന്നപ്പം ആ വീട്ടിൽ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞങ്ങളുടെ തലവട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവർ ആ ഭക്ഷണം എടുത്തുകൊണ്ട് ഒളിച്ചു വെച്ചപ്പം എൻ്റെ മോൻ ചോദിച്ചു, നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അവർ അല്ല 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 എന്നിങ്ങനെ പറഞ്ഞു. നമ്മൾ കണ്ടു അവർ ഓടിപ്പോകുന്നത് എന്ന്. നമ്മളങ്ങനെ കാണിക്കരുത്. നമുക്ക് ഒരു പഞ്ചസാരയിൽ തരുമ്പെങ്കിലും വരുന്നവർക്ക് എടുത്ത് കൊടുക്കാൻ നമ്മളൊരു സംസ്കാരം നമ്മുടെ മക്കളെ പഠിപ്പിക്കും. അല്ലാണ്ട് ആർക്കും കൊടുക്കരുത് എന്നും പറഞ്ഞ് ഓടി ഒളിപ്പിക്കാനല്ല, മറച്ചു വയ്ക്കാനല്ല ശ്രമിക്കേണ്ടത്. ഉള്ളത് നമുക്ക് കൊടുക്കാൻ ശ്രമിക്കാൻ നമ്മൾ പഠിപ്പിക്കുക മക്കളെ. അതാണ് വേണ്ടത്. അല്ലാണ്ട് മറച്ചു വയ്ക്കാനും ഒളിച്ചു വയ്ക്കാനും നമ്മുടെ മക്കളെ ഒന്നും പഠിപ്പിക്കരുത്. അതാണ് നമ്മൾ മക്കൾ പ്രായമായി വരുമ്പോഴും കാണിക്കുന്നത്. ഇനി ഞാൻ വേറൊരു കഥ പറയാം. ഇങ്ങനെ മകനോടിങ്ങനെ അമ്മ എല്ലാ സാധനങ്ങളും എടുത്ത് ആർക്കും കൊടുക്കരുത്, എല്ലാം നീ തന്നെ എടുത്തു വെച്ചോണം, ആര് വന്നാലും ഒന്നും കൊടുക്കണ്ട, ആരെങ്കിലും വീട്ടിൽ കയറി വന്നാൽ അവൻ്റെ കൂട്ടുകാരൻ ഒരു പ്രാവശ്യം അവൻ്റെ വീട്ടിൽ കയറി ചെന്നപ്പോൾ ഇങ്ങനെ ഭക്ഷണ സാധനം മിഠായി കഴിച്ചുകൊണ്ടിരിക്കണം. അവൻ്റെ അച്ഛൻ അമ്മാവ് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് ഒരു മിഠായി കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഈ കൂട്ടുകാരൻ വന്നോട്ടപ്പോൾ ഇവന് ഓടിക്കൊണ്ട് പെരക്കകത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് ഇവനെ അറിയാത്ത ഭാവത്തിൽ വന്ന് നിന്നു. അപ്പോൾ അവൻ്റെ അമ്മ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പം ഇവൻ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവൻ്റെ ഭാര്യയായിട്ട് ഇവൻ്റെ റൂമിലിരുന്ന് കഴിഞ്ഞപ്പം ഈ അമ്മ ദൂരെ നടന്നു വരുന്നത്. അപ്പോൾ ഈ മകൻ പറഞ്ഞു, എടി അവരെന്തോ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന്. അപ്പോഴാണ് അമ്മ ദൂരെ നിന്ന് തന്നെ. അപ്പം ഈ മകൻ ഭാര്യയോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, എടി അമ്മ വരുന്നുണ്ട്, എടുത്ത് മാറ്റി വെച്ചു എന്ന്. ഇത് നമുക്കും കിട്ടും. അപ്പം നമ്മൾ വിചാരിക്കുക നമ്മളെന്താണോ പറഞ്ഞ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് അത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. അത് കാലചക്രത്തിൻ്റെ കളികളാകത്തില്ല. അപ്പം നമ്മൾ നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ മൂല്യം എല്ലാം തീരുമാനിക്കുന്നത് നമ്മളാണ് എന്ന് തന്നെ വിചാരിക്കുക. നമ്മളെ വില കുറച്ച് നമ്മൾ തന്നെ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് കാര്യമില്ല. ആരൊറ്റപ്പെടുത്തിയാലും എന്ത് പറഞ്ഞാലും നമുക്കൊരു മൂല്യം ഉണ്ടെങ്കിൽ, നമുക്കൊരു നമുക്കൊരു മൂല്യം ഉണ്ടെങ്കിൽ നമ്മളെ അത് ബാധിക്കില്ല. നമ്മളവിടെ ഹാപ്പി ആയിട്ടിരിക്കും. ആരുമില്ലെങ്കിൽ എനിക്ക് ഞാനുണ്ട് എന്നൊരു ചിന്തയുണ്ട്. ആരെന്നെ ഇട്ടിട്ട് പോയാലും ഞാനുണ്ട്, എനിക്ക് ജീവിക്കാൻ പറ്റും എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടാകും. അതല്ലാണ്ട് ആരിട്ടിട്ട് പോയാലും ഉടനെ ഞാൻ വിഷമിക്കും, എനിക്ക് സാധിക്കില്ല, ആരും ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊരു വിഷമം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാണ്ടിരുന്നാൽ മാത്രം മതി. അതായത് നമുക്ക് സെൽഫ് ലവ് ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ചിന്തകളുണ്ടാകുന്നത്. നമുക്ക് എന്ത് പണി ചെയ്താണേലും ആരും ഇല്ലെങ്കിലും നമ്മൾ ജീവിക്കും എന്ന് തീരുമാനിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കും. ആരുടെ മുമ്പിൽ ഒരിക്കൽ നമ്മുടെ തല മറ്റുള്ളവരുടെ മുമ്പിൽ കുനിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് നിവർത്തിക്കൊണ്ട് വരാൻ ഇച്ചിരി പാട്. പിന്നെ നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ സംസാരം, നമ്മൾ മറ്റുള്ളവരോട് ഏത് രീതിയിലാണ് പെരുമാറുന്നത്, ഇതൊക്കെ നമ്മുടെ മൂല്യത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മളോട് അവർക്ക് നല്ലൊരു നമ്മൾ ഒരു റോയൽ ലുക്ക് അവരെ കണ്ടാൽ എന്ന് നമ്മൾ പറയണവരെ കേട്ടിട്ടില്ലേ? അവർക്ക് നല്ലൊരു റോയൽ ലുക്കല്ലേ. ചിലർ കാണുമ്പോൾ പറയും നമ്മൾ ശാലീന സൗന്ദര്യം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലർ കാണുമ്പോൾ നമ്മൾ പറയില്ലേ നല്ല രസമാട്ടോ, ഓവറായിട്ടൊന്നുമില്ല അവരെ കണ്ടാൽ എന്നിങ്ങനെ പറയണവരെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് അത് നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സംസാരവും നമ്മുടെ രീതികളും അവരെ ആകർഷിക്കുന്നത് കൊണ്ടാണ് അല്ലേ? നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ എന്തൊക്കെ സൗന്ദര്യമുണ്ട് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന സംസാരം മോശമായ സംസാരമാണെങ്കിൽ നമ്മളെ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ചിന്തിച്ചു നോക്കി. എന്തൊക്കെ സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടും വല്ല കാര്യമുണ്ടോ? അതിലെല്ലാം പോയി. എന്തൊക്കെ 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപയുടെ സാരിയാണ് കൊടുത്തേക്കണേ, അല്ലെങ്കിൽ വലിയ മേക്കപ്പാണ് ചെയ്തേക്കുന്നത്, വലിയ ആയിരക്കണക്കിന് രൂപയുടെ മേക്കപ്പാണ് ചെയ്തേക്കണത്, അല്ലെങ്കിൽ അന്നെ വീട്ടിലെ എന്ന് പറയും വായിന്ന് 4 ആൾ കേട്ടാൽ നാണിക്കുന്ന സൈസ് വർത്താനവും കൂടെ ആണെങ്കിൽ അതിന് വല്ല മൂല്യമുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്ക്. അവിടെ ഒരു സംസ്കാരവും ഇല്ലാത്ത മനുഷ്യരാണത്. അങ്ങനെ ആയിരിക്കരുത് നമ്മൾ. നമ്മുടെ സംസാരവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ വസ്ത്രധാരണവും നമുക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ് നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നത്. ഇല്ലേ? ശരിയല്ലേ? ഞാൻ എപ്പോഴും പറയണം, നമ്മൾ നമ്മുടെ മക്കളോട് കാണിച്ചു കൊടുക്കുന്നതും നല്ലതായിരിക്കണം. നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ സഹോദരങ്ങളുടെ കുറ്റങ്ങൾ, അതായത് അമ്മയുടെ സഹോദരങ്ങളെയോ അല്ലെ കൊച്ചച്ചന്മാരെയോ അച്ഛൻ്റെ വീട്ടുകാരെയോ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞു വലുതാകുമ്പോൾ അവരോട് ആ രീതി തന്നെ പെരുമാറുകയുള്ളൂ. നമ്മുടെ അച്ഛനെ വീട്ടുകാരിങ്ങനെ അമ്മയുടെ വീട്ടുകാരിങ്ങനെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ അവർ മോശക്കാരാണ്, അവരെ
അമ്മയ്ക്ക് മോശമായിരുന്നായിരിക്കാം, മക്കൾക്ക് അങ്ങനെ മോശമായിരിക്കില്ല. അമ്മയ്ക്ക് അമ്മയുടെ കയ്യിലിരിപ്പും കൊണ്ടായിരിക്കും അവർ മോശമായി പോയത് ചിലപ്പോൾ. ചിലപ്പോൾ അവരുടെ സ്വഭാവം കൊണ്ട്, കാലചക്രം കൊണ്ട് അവർ മാറിക്കാണും. പക്ഷെ നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ കാലശേഷവും പിന്നെയും കിടക്കുക മക്കളുടെ കാലം. അപ്പം മക്കൾ എന്ത് വിചാരിക്കും? എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരിങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ വീട്ടുകാരിങ്ങനെയാണ്, എൻ്റെ അമ്മാവന്മാർ അല്ല അമ്മായിമാർ അല്ലെ കൊച്ചച്ചന്മാരിങ്ങനെയാണ് എന്നാണ് ആ കുഞ്ഞ് ചിന്തിച്ച് വെക്കുന്നത്. അവൻ പിന്നെ അവരിൽ നിന്ന് പതുക്കെ 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 അകന്നു പോകാൻ ശ്രമിക്കും. എന്നാൽ ഒരു പ്രാവശ്യമേ നമ്മുടെ മക്കൾ നമ്മുടെ അമ്മാവന്മാരെ കൊച്ചച്ചന്മാരെ കസിന്മാരെ കുറ്റം പറയുമ്പോൾ പറയണം, എടാ പറയരുത് എന്ന് നമ്മൾ പറഞ്ഞു നോക്കിക്കേ. അതാണ് നമ്മുടെ അമ്മമാരുടെ സംസ്കാരം. നീ പറയരുത്, നീ നിൻ്റെ അമ്മയുടെ വീട്ടുകാരെ പറയരുത്, നിൻ്റെ അച്ഛൻ്റെ വീട്ടുകാരെ പറയരുത്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ പറയാൻ നീ പോവണ്ട എന്ന് പറയണം. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നമുക്ക് പറയേണ്ട കാര്യമില്ല, അത് അവരുടെ കാര്യം എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. നമ്മൾ ഇടപെടേണ്ട കാര്യത്തിൽ മാത്രമേ നമ്മുടെ മക്കളെ ഇടപെടുത്താവുള്ളൂ. അല്ലാതെ എല്ലാ കാര്യത്തിലും വീട്ടിലെ സർവ്വ ചവറ് കേസിനും മക്കളെ ഏർപ്പെടുത്താണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അത് മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, അല്ലാതെ ആരുമല്ല. നമ്മൾ ചുമ്മാ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ മക്കളെ കുഞ്ഞുനാൾ തൊട്ട് ഇടപെടുത്തും, എല്ലാവരെയും എല്ലാ കാര്യങ്ങളും പറയിപ്പിക്കും. തെറ്റ് പറയുമ്പോൾ നല്ലത് പറയുകയാണെങ്കിൽ നമ്മുടെ മക്കളോട് നമുക്ക് പറയാം, അവരെ സപ്പോർട്ട് ചെയ്യാം. നീ പറഞ്ഞ ശരിയാന്ന് നമുക്ക് പറയാം. മോശമാണ് പറയുന്നതെങ്കിൽ അപ്പം സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പം പറയരുത് എന്ന് പറയണം. അത് നമ്മുടെ മൂല്യമാണ്, ഒരമ്മയുടെ മൂല്യമാണത്. ഒരു ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് താങ്ങും തണലുമായിട്ട് നിൽക്കുന്നവളായിരിക്കണം. തിരിച്ചു ഭർത്താവ് പരസ്പരം ഒരു റെസ്പെക്റ്റ് വേണം. അതാണ് അവിടെ ഒരു മൂല്യം. ഒരു ഭാര്യയുടെ മൂല്യവും ഒരു ഭർത്താവിൻ്റെ മൂല്യം അവിടെയാണ്. പരസ്പരം എല്ലാ കാര്യങ്ങളും, അല്ലാണ്ട് താറടിച്ച് താത്തിക്കെട്ടി ഭാര്യേനെ പറയുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഭാര്യേനെ കുറ്റം പറയുന്നതല്ല ഒരു ഭർത്താവ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഭാര്യേനെ ചെറുതും വലുതായ കാര്യത്തിൽ ഏത് സമയം പുന്നാരിക്കണമെന്നൊന്നുമില്ല. ഒരു കാര്യമെങ്കിലും എടി അങ്ങനെയാണ് നീ ചെയ്ത്, അത് എടി നന്നായിട്ടുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയാൻ പറ്റണം. ഭർത്താവിനോടാണെങ്കിലും ഇന്ന് നേരത്തെ വരുമോ എന്നൊക്കെ ശാന്തമായി ചോദിക്കാൻ പറ്റണം. കയറി വരുന്ന ഭർത്താവിനെ അന്യൻ കയറി വരും പോലെ അല്ലായിരിക്കണം. നമ്മുടെ ഭർത്താവാണ് നമ്മൾ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരുന്നിട്ട് നമ്മുടെ ഭർത്താവിന് ഒരു വിലയും കൊടുക്കാതിരിക്കുന്ന സ്ത്രീകൾ എത്രയോ പേരുണ്ടെന്നറിയാം. അതേപോലെ ഒരു സമയം കഴിയുമ്പോൾ ഭർത്താവിന് ഇഷ്ടമല്ലാത്ത സ്ത്രീകളും ഉണ്ട്. നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. നമ്മൾ നമ്മുടെ ഭർത്താവിന് കൊടുക്കേണ്ട റെസ്പെക്റ്റുകൾ കൊടുക്കണം. അവരാണ് നമ്മുടെ പുറത്തു പോയി നമുക്കുള്ള ഭക്ഷണങ്ങളും എല്ലാം. ഭാര്യമാർ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർ എന്നോർത്തുകൊണ്ട് അവർ ഭർത്താക്കന്മാരെ തള്ളിപ്പറയരുത്. നമ്മുടെ ഭർത്താക്കന്മാർ ഒരു കൃഷിപ്പണിയാണേലും കൂലിപ്പണിയാണേലും അയാൾക്ക് അതിൻ്റേതായ ഒരു സ്ഥാനം നമ്മുടെ കുടുംബത്തിൽ കൊടുത്തിരിക്കണം. മക്കളെ അച്ഛനെ അമ്മേനെ റെസ്പെക്റ്റ് ചെയ്യാൻ മക്കളെയും വളർത്തണം. അച്ഛൻ എത്ര പാവപ്പെട്ടവനാണെങ്കിലും അച്ഛനെ റെസ്പെക്റ്റ് ചെയ്യാൻ അമ്മയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അച്ഛനോട് ധിക്കാരം പറയുമ്പോൾ എടാ പറയരുതെന്ന് പറയാൻ നമ്മൾ പഠിപ്പിച്ചു വെക്കണം നമ്മുടെ കുടുംബത്തിൽ. അമ്മയോടെ പറയുമ്പോൾ അച്ഛൻ ചാടി പറയണം, എടാ പറയരുത് അമ്മയോട് എന്ന്. അല്ലാണ്ട് അമ്മേനെ രണ്ട് മക്കൾ പറയുമ്പോൾ അത് ആസ്വദിച്ചിരിക്കാൻ ശ്രമിക്കും, അത് ശരിയാ എന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ ശ്രമിക്കരുത്. അച്ഛനെ പറയുമ്പോഴത്തേനും അങ്ങേർക്കിട്ട് രണ്ട് കിട്ടേണ്ടതാ, അങ്ങേർക്ക് ഇത് ആവശ്യമായെന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. അപ്പം നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, എടാ മക്കളെ നമ്മളെ വളർത്തുന്നത് അച്ഛനാണ്, ഞാൻ അമ്മയോ പോണില്ല നീയും പോണില്ല, പിന്നെ എന്തിനാണ് നമ്മൾ അച്ഛനെ ചീത്ത പറയുന്നത് എന്ന് പറയണം. പറയരുത് ഒരിക്കലും എന്ന് പറയണം. ഉള്ള സാഹചര്യത്തിൽ ജീവിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ഉള്ളത് മതി നമുക്ക് ജീവിക്കാൻ. ഉള്ളത് സമാധാനം കണ്ടെത്താൻ നമ്മുടെ കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും കൂടെ കൂടിയിരുന്നാലോചിച്ച് സാധിക്കും. അതിൻ്റേതായ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക, ഒരു ടു ഡു ലിസ്റ്റ്, അതായത് ഇന്ന് എന്ത് ചെയ്യണം എന്ന് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. ഇനി നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെ റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ് അമ്മയും അച്ഛനും അച്ഛൻ്റെ അമ്മയോടും അച്ഛൻ്റെ അച്ഛനോടും അല്ലെങ്കിൽ എങ്ങനെ പെരുമാറുന്നതെന്ന്, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നതെന്ന് നമ്മുടെ മക്കളെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾ ഒരിക്കലും അവരോട് ധിക്കാരം പെരുമാറുകയില്ല. അതറിയാവോ? പ്രത്യേകിച്ച് അമ്മമാർ പറഞ്ഞു കൊടുക്കണം, അങ്ങനെ പെരുമാറരുത്. എവിടെയും നോ പറയാൻ നമുക്ക് മക്കളുടെ അടുത്ത് പറ്റണം. അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. അങ്ങനെ വളരുന്ന മക്കൾ ഒരു തെറ്റിലേക്കും പോവുകയില്ല. അവനെല്ലാവരോടും ആ അച്ഛൻ്റെയും അമ്മയുടെയും ആ സ്നേഹത്തിൽ വളരുന്നതുകൊണ്ട് അവന് പുറത്തൊരു കൂട്ടിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വീട് തന്നെ ഒരു ലഹരിയായിട്ട് അവന് മാറും. നമ്മുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ അവൻ അതിലൊരു ലഹരി കണ്ടെത്തും. അവൻ വേറൊരു ലഹരിക്ക് അടിമയാകാൻ പോവില്ല. ഇതെന്നാന്ന് വെച്ചാൽ വീട്ടിൽ വാളും വട്ടയായിട്ട് അച്ഛനും അമ്മയും കൂടി ഇരിക്കുന്നു. മക്കളുടെ മുമ്പിൽ വെച്ച് പറയേണ്ടതും പറയാത്തതുമായ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. മക്കൾ തോന്നിവാസം വായി തോന്നുന്നു അച്ഛനോട് തട്ടിക്കയറുന്നു, അമ്മയോട് തട്ടിക്കയറുന്നു. അച്ഛൻ്റെ അമ്മയുണ്ടെങ്കിൽ അവരെ എടുത്ത് മിറ്റത്തിടുന്നു, പുറത്തിട്ട് വാതിലടക്കുന്നു. ഇന്നലെ നമ്മൾ വർക്കലെ കണ്ടില്ലേ, പുറത്ത് ഗേറ്റിന് പുറത്തിട്ട് വാതിലടയ്ക്കണം, സ്വത്തിന് വേണ്ടി വെട്ടിപ്പിടിക്കണം. എന്താ പ്രായമായ ക്യാൻസർ വന്നവരെയൊക്കെ റോഡിലിറക്കി വിടണം നമ്മൾ കണ്ടില്ലേ. ഇത് കണ്ടു വളരുന്ന അവരുടെ മക്കൾ എന്തായിരിക്കും അവസ്ഥ? ഇതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ നെടുന്തൂണായിരിക്കേണ്ട നമ്മളാണ്, അല്ലാണ്ട് വേറെ ആരുമല്ല. അപ്പം
അപ്പം സംസ്കാരവും മൂല്യമൊക്കെ നമ്മളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ സ്ത്രീകളാണ് പ്രത്യേകിച്ച്. സ്ത്രീകൾക്ക് പറ്റുന്നതേ ഉള്ളൂ. സ്ത്രീകൾക്ക് ഭയങ്കര അപാര കഴിവുള്ളവരാണ് സ്ത്രീകൾ. സ്ത്രീകൾക്കാണ് മൾട്ടി പർപ്പസ് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള സ്ത്രീകളാണ്. ഒരു സമയം അവർ പാട്ട് കേൾക്കും, വീട്ടിലെ പണികൾ ചെയ്യും, തുടയ്ക്കും, വാരും, എല്ലാം എന്തെല്ലാം കാര്യങ്ങൾ അതിനിടയ്ക്ക് ചിന്തിക്കും. ഇന്ന കാര്യങ്ങൾ ഇന്ന ദിവസം ചെയ്യണം, ഇന്നത് ചെയ്യണം, ഇന്ന് ചെയ്യേണ്ടതാണ് എന്നെല്ലാം ചിന്തിക്കാൻ ഭയങ്കര കഴിവാണ്. അതനുസരിച്ച് പൊട്ടിച്ചെറിക്കാനും കഴിവുള്ളവരാണ് സ്ത്രീകൾ. ഇമോഷൻ ഭയങ്കര കൂടുതലുള്ള സ്ത്രീകൾക്കാണ്. അപ്പം അതിനെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം കേട്ടോ. സ്ത്രീകൾക്ക് എല്ലാ കഴിവും ദൈവം കൊടുത്തേക്കണാണ്. ഒരു അമ്മയാകുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യമായ കഴിവാണ്. അതിനെ നല്ല രീതിയിലൊരു കുടുംബം കൊണ്ടുവരുമ്പോഴാണ് ആ സ്ത്രീ ലക്ഷ്മിയായി മാറുന്നത്. ഒരു കുടുംബജീവിതത്തിൽ അച്ഛനെയും അമ്മയെയും ഭർത്താവിനെയും മക്കളെയും ഒരു എന്താ പറയുക താങ്ങും തണലുമായിട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേനും ആ സ്ത്രീ എന്ന് പറയുന്ന ആ കുടുംബത്തിൻ്റെ ലക്ഷ്മിയായിട്ട് മാറും. അവിടെയാണ് അവിടെ സംസ്കാരം ഉണ്ടാകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അല്ലാണ്ട് തല്ലിപ്പിരിച്ച് മക്കളെയും മരുമക്കളെയും പിരിക്കുക, അമ്മായിപ്പനെ ഓടിക്കുക, ഭർത്താവിനെ ഓടിക്കുക, വേറെ തോന്നു വഴിക്ക് നടക്കുക, ഇതൊന്നും സ്ത്രീയല്ല. ഇതൊക്കെ എന്തോ എന്തെന്നാ പറയുക, പണ്ടൊക്കെ പറയും താടക അല്ലെങ്കിൽ പൂതന എന്നൊക്കെ പറയുന്ന എന്തൊക്കെയോ കയറി കൂടുന്ന ജന്തുക്കളാണ്. അവർക്ക് മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. നമ്മളപ്പം നമ്മളോട് തെറ്റുകൾ മനുഷ്യൻ പല സ്വഭാവക്കാരാണ്. തെറ്റുകൾ ആർക്കും പറ്റാം. പക്ഷെ തെറ്റുകൾ തിരുത്തി തരാറുണ്ട്. അത് നമ്മൾ ചിന്തിക്കണം. തെറ്റുകളൊക്കെ തിരുത്തി വരും. അപ്പം നമ്മൾ ക്ഷമിക്കാനും പൊറുക്കാനും ഉള്ള മനസ്സുകൾ, ചെറിയ ചെറിയ തെറ്റുകളിൽ, വലിയ വലിയ തെറ്റുകളല്ല ഞാൻ പറയുന്നത്, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളത് ക്ഷമിക്കാനും പൊറുക്കാനും നമ്മൾ മനസ്സ് വെച്ച് കാണിച്ചു കൊടുക്കണം. നമ്മുടെ മക്കളെയും നമ്മൾ പൊറുക്കണം. നമ്മുടെ ഭർത്താക്കന്മാർ ഇപ്പം നമ്മുടെ ദേഹോപദ്രവിപ്പിക്കാത്ത ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊറുക്കണം. അത് ഒരു ദിവസത്തേക്കുള്ളിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ ഭർത്താവിനെയും മക്കളെയും നമ്മൾ ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവിടെ നമ്മുടെ സംസ്കാരവും മൂല്യവും ഒക്കെയായി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മാതാപിതാക്കളാണ് നമുക്ക് വഴികാട്ടികൾ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പല മാതാപിതാക്കളും നമ്മളെ ഇങ്ങനെ പലരെയും കമ്പയർ ചെയ്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് അവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അവർക്ക് അറിയാൻ മേലാത്ത സമയത്ത് നമ്മൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. എന്നോർത്തുകൊണ്ട് അവർ മോശക്കാരാന്നല്ല ഞാൻ പറഞ്ഞത്. അവരെ നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ കമ്പയർ ചെയ്ത് അവളിങ്ങനെ പഠിക്കണ കണ്ടില്ല, ഇങ്ങനെ പഠിക്കണ്ടേ. നമ്മുടെ ഭർത്താക്കന്മാർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കണം. നീ ചെയ്യുന്നത് ശരിയാണ്, തെറ്റാണെങ്കിൽ അതിലെ പോയാൽ നമുക്ക് ശരിയല്ല കേട്ടോ എന്നിങ്ങനെ പറയുന്ന ഭർത്താക്കന്മാരെയും നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ, അങ്ങനെ എത്രയോ ഭർത്താക്കന്മാരുണ്ടെന്നറിയാമോ? സ്ത്രീകൾക്ക് പൂർണ്ണ സപ്പോർട്ടുമായിട്ട് പിന്നിൽ നിൽക്കുന്ന ഭർത്താക്കന്മാർ. അവരെ അവിടെയൊക്കെ ചേർത്ത് നിർത്തണം. അപ്പം നമ്മുടെ മക്കൾ സ്വാഭാവികമായിട്ട് നമ്മളെ ചേർത്ത് നിർത്തും. നമ്മുടെ മക്കൾ ഒരു തെറ്റിലേക്കും പോവുകയില്ല. നമ്മുടെ കുടുംബജീവിതം സന്തോഷമാകും. അപ്പം നമുക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല, ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീകൾക്ക് മാത്രമേ നമുക്കൊരു സ്വർഗവും നരകവും ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് സ്വർഗം ഉണ്ടാക്കാൻ ശ്രമിക്കാം. നമ്മുടെ മക്കളെയും നമ്മുടെ ഭർത്താവിനെയും നമ്മുടെ കുടുംബത്തെയും ചേർത്ത് നിർത്ത് നമ്മുടെ വീടൊരു ലഹരിയാക്കി മാറ്റാം. പുറമെ ലഹരി അന്വേഷിച്ചൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ വീടാകുന്ന ലഹരിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് ശരിയാണ്. അപ്പം ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ.